അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമസ്ത 3-ലെ നാളത്തെ പരീക്ഷയായ ദുറൂസിൻ്റെ കുറച്ച് മോഡൽ പേപ്പറുകളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ഫീയും ഈടാക്കുന്നുണ്ട്. ദുറൂസിൽ നിന്നും മുഴുവനായിട്ടും, ദുറൂസ് മാത്രമല്ല, ഫിഖ്, ദുറൂസ്, ലിസാന്, അതുപോലെ താരീഖ്, അഖീദ, ഈ 5 വിഷയത്തിൽ നിന്നും മുഴുവനായിട്ടും തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ്. എല്ലാ ചോദ്യോത്തരങ്ങളും അടങ്ങുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം പരിചയപ്പെടാം. ആദ്യത്തേത് യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനം. യോജിച്ചത് ഇടതുഭാഗത്ത് കാണുന്ന ഈ കോളത്തിലുണ്ട് ഓരോ ഓപ്ഷനുകളും. അതേതാണെന്ന് മനസ്സിലാക്കി വെക്കണം. അതിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് എഴുതണം ഓരോ ഭാഗത്തേക്കും ഏതാണോ യോജിച്ചത് അത്. ഇനി ഒന്നാമത്തേത് നോക്കാം. സ്വർഗപ്രവേശനം തടയും. സ്വർഗപ്രവേശനം തടയുന്ന ഒരു പ്രവർത്തനം ഇതിലുണ്ട്. അതേതാണ്? ഇങ്ങനെ കൺഫ്യൂഷനായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ചോദ്യം നോക്കുക. അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. രണ്ടാമത്തേതാണ് പരദൂഷണം പറയുന്നത് കേട്ടാൽ. പരദൂഷണം പറയുന്നത് കേട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കാണാം, തടയണം. കണ്ടോ? അപ്പോൾ അതിൻ്റെ കിട്ടി. 3, അസൂയാലു എപ്പോഴും. അസൂയാലു എപ്പോഴും എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? അസ്വസ്ഥനായിരിക്കും. അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. 4, അഊദു ബില്ലാഹി ഡാഷ്. അതിന് യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്, മിനശ് ശൈത്വാനിർ റജീം. 5, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അവയവം. നമ്മുടെ ശരീരങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവയവമുണ്ട്. അതേതാണ്? ഈ കാണുന്ന കൽബാണ് കേട്ടോ, കൽബ്. ഇനി 6, സൃഷ്ടികളിൽ നല്ല സ്വഭാവമുള്ളവർ. സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തി ആരാണ്? അത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓക്കെ, അതും കംപ്ലീറ്റായി. അപ്പോൾ ഇനി മുകളിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. അപ്പം ഇനി ഇതിൽ ബാക്കിയുള്ള ഏതാണെന്ന് നോക്കുക. കണ്ടു, നെമീമത്ത് അല്ലേ? നെമീമത്താണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാത്ത ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? വിടുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഈ പ്രവർത്തനത്തിൻ്റെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഏതാണെന്ന് മനസ്സിലാകും. വിട്ടുപോയത് ഏതാണോ അത് എടുത്തിട്ട് എഴുതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ 2 3 ഒക്കെ എന്ത് ചെയ്യും? മനസ്സിലാകാത്തത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഏകദേശം യോജിച്ചത് മനസ്സിലാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ള ഈ പ്രവർത്തനം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് കഴിക്കണം? ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്താണ് കഴിക്കേണ്ടത്? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത്. മനസ്സിലാക്കി വെക്കുക. ഇനി 2, ആരാണ് നമ്മുടെ അയൽവാസി? ആർക്കാണ് അയൽവാസി എന്ന് പറയുക? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് അയൽവാസി, അല്ലെങ്കിൽ ആർക്കാണ് അയൽവാസികൾ എന്ന് പറയുക? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. ഈ രൂപത്തിൽ തന്നെ ആരാണ് അയൽവാസി എന്ന് തന്നെ ചോദിക്കണം എന്നില്ല. ആർക്കാണ് അയൽവാസികൾ എന്ന് പറയുക, അങ്ങനെയും ചോദിക്കുക. അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ കേട്ടോ. 3, ആരാണ് കുടുംബക്കാർ? ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉമ്മയും ഉപ്പയുമായി രക്തബന്ധമുള്ളവരാണ് നമ്മുടെ കുടുംബക്കാർ. 4, നമീമത്ത് എന്നാൽ എന്ത്? എന്തിനാണ് നമീമത്ത് എന്ന് പറയാം? അതിൻ്റെ ഉത്തരം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കലാണ് എന്ത്? നമീമത്ത്. നമീമത്തിൻ്റെ അർത്ഥമാണ് ഏഷണി കേട്ടോ. ചിലപ്പോൾ അർത്ഥം ചോദിക്കും. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഏഷണി. ഇനി 5, ഗീബത്ത് എന്നാൽ എന്ത്? എന്തിനാണ് ഗീബത്ത് എന്ന് പറയുക? അതിന് ആ പാഠത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഈ ഗീബത്തിൻ്റെ പാഠം ഉള്ളത് കേട്ടോ. പാഠം 9. അതിൽ പറയുന്നുണ്ട് ഗീബത്ത് എന്ന് പറഞ്ഞാൽ
തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ പാഠം നന്നായി ശ്രദ്ധിക്കുക. ഈ പാഠത്തിലൊക്കെ ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ ആ PDF വിട്ടു തരുന്നുണ്ട്. 6. അസൂയ എന്നാൽ എന്ത്? എന്തിനാണ് അസൂയ എന്ന് പറയുക? അതിൻ്റെ ഉത്തരം, തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. ഈ അസൂയയുടെ അറബി വാക്കാണ് ഹസദ് കേട്ടോ. അത് നമ്മൾ ആ ഹദീസ് ഉണ്ടല്ലോ, 25-ാമത്തെ പേജിൽ കാണാം, ഒരു പെട്ടിക്കോളത്തിലൊരു ഹദീസ്. ആ ഹദീസിൽ കാണാം ഇയ്യാക്കും വൽ ഹസദ. കണ്ടോ, ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ എന്നാണ് അർത്ഥം കേട്ടോ. അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. 7. സൽ സ്വഭാവം എന്നാൽ എന്ത്? എന്തിനാണ് സൽ സ്വഭാവം എന്ന് പറയാം? അതിൻ്റെ ഉത്തരം, നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പൂരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ്. നമുക്ക് വാക്യൊന്ന് വരികളൊന്ന് പൂർത്തിയാക്കി കൊടുക്കണം. 1. നമീമത്ത് ഇബിലീസിൻ്റെ ഡാഷ് എന്താണ്? ഇഷ്ടവിനോദമാണ്. 2. തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും ഡാഷ്. അത് അസൂയ എന്നുള്ള പാഠത്തിലുണ്ട്. തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നമ്മെ തിന്നും. ആ ഹദീസിൻ്റെ അർത്ഥമാണ് അറബിയുടെ. 3. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഡാഷ്. എന്താണ്? റിയാ കേട്ടോ. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. 4. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ എന്താ ചെയ്യേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് ചൊല്ലണം. ഇനി 5-ാമത്തത്, വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ഡാഷ് എന്താ ചെയ്യേണ്ടത്? ദുആ ചെയ്യണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതാമെന്നുള്ള ഈ പ്രവർത്തനം. ഇവിടെ ചോദ്യത്തിന് ഈ രണ്ട് ഉദാഹരണം എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ. കുറേ മര്യാദകളാണ് ആ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറേ മര്യാദകൾ പറയുന്നുണ്ട്. ആ മര്യാദയിൽ ഏതെങ്കിലും 2 മാത്രം എഴുതിയാൽ മതി. ഒന്നെന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക. ഇരുന്നു കൊണ്ട് കഴിക്കുക. ഭക്ഷണത്തിലേക്ക് ഊതാതിരിക്കുക. ഇങ്ങനെ കുറേ പറയുന്നുണ്ട് ആ പാഠത്തിൽ. അതൊക്കെ പഠിക്കണം കേട്ടോ. 4-ാമത്തെ പാഠത്തിലാണ് അതൊക്കെ പറയുന്നത്. 2. സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ. നല്ല സ്വഭാവമുള്ളവരുടെ ലക്ഷണങ്ങൾ. പുഞ്ചിരിക്കുന്ന മുഖം, അതുപോലെ ആരും ഇഷ്ടപ്പെടുന്ന സംസാരം. മറ്റൊന്ന്, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്. വേറെ, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്. മറ്റൊന്ന്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്. ഇതൊക്കെയാണ് സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ. ഇതൊക്കെ ഈ 2 വീത ഉദാഹരണം ചിലപ്പോൾ ചോദിക്കാം. 3-ാമത്തെ ചോദ്യമാണ് ഖൽബിനെ നന്നാക്കാനുള്ള വഴികൾ. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ എന്തൊക്കെ വഴികൾ ചെയ്യാം? ഒന്നാമതായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ശീലമാക്കുക. മറ്റൊന്ന്, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക. 3-ാമത്തത്, സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. 4-ാമത്തത്, നല്ലവരോട് സഹവസിക്കുക, അതായത് കൂട്ടുകൂടുക. 5-ാമത്തത്, ദിക്റുകളും സ്വലാത്തുകളും ശീലമാക്കുക. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഖൽബിനെ നന്നാക്കിയെടുക്കാൻ കഴിയും. ഇനി 4-ാമത്തത് നോക്കാം. കോപം അടക്കാനുള്ള മാർഗങ്ങൾ. നമുക്ക് ദേഷ്യം വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ കോപം അടക്കാം. എങ്ങനെ അടക്കാം? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. 2-ാമത്, നിൽക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ഇരിക്കുക. ഇനി ഇരിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുക? കിടക്കുക. ഇനി മറ്റൊന്നാണ് വുളൂ ചെയ്യുക. പിന്നെ 5-ാമത്തേതാണ് കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കോപം അടക്കാം. ഇനി 5, അസൂയയിൽ നിന്ന് രക്ഷ നേടാം.
അസൂയയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഒന്നാമതായിട്ട്. മറ്റൊന്ന്, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തനാവുക. മൂന്നാമത്തത് മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് സന്തോഷിക്കുക. നാലാമത്തത് അസൂയയുടെ അപകടങ്ങൾ ഓർക്കുക. പിന്നെ മറ്റൊന്ന്, സ്വാലിഹ്യങ്ങളോട് സഹവസിക്കുക. ഇതിലൂടെ നമുക്ക് അസൂയയിൽ നിന്നൊക്കെ രക്ഷ നേടാം. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. ആശയം എഴുതാം, അർത്ഥം എഴുതി കൊടുക്കുക. നമ്മൾ കുറേ പാഠഭാഗത്തിലൊക്കെ അറബികൾ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ അർത്ഥം എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. പഠിച്ചതാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമത്തതോ, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദ അൻ വജിഹിന്നാറ യൗമുൽ ഖിയാമ. ഒരാൾ തൻ്റെ സഹോദരൻ്റെ മാനം കാത്താൽ അള്ളാഹു അവനെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് കാക്കും. 3, ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇൻ ഇലാ ജംബിഹി. അതിൻ്റെ അർത്ഥം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി അടുത്ത പ്രവർത്തനം, എന്ത് ചൊല്ലണം? ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തത്, ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലേണ്ട ദുആ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നെന്ത് ചെയ്യുക? ചൊല്ലാം. 2, കോപം അടക്കാൻ എന്ത് പറയണം? കോപം അടക്കാൻ എന്താണ് പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ ദിക്റാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്.